ദേവനായിട്ട് വേഷം മാറിയിട്ടൊരു അസുരൻ അമൃത് വിളമ്പേടത്തി എന്നിരുന്നു. എനിക്കും കിട്ടില്ലോ അമൃത്. മഹാവിഷ്ണു അമൃത് വിളമ്പി വരുമ്പോൾ ഇയാൾക്കും വിളമ്പി. ഇയാൾ അമൃത് മേടിച്ച് കുടിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും ഇങ്ങനെ നോക്കുന്നുണ്ട്. സൂര്യചന്ദ്രന്മാരവിടെ ഇരിക്കും ദേവന്മാരാണ്. ഏയ് ഇയാള് എന്ത് ദേവൻ, ഇയാൾ നമ്മുടെ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. ആരത്? അതെ, അത് ദേവനല്ല, അസുരന. വേഷം മാറി വന്ന അസുരന, രാഹു. അതെയാ, ഇത് മനസ്സിലായപ്പോ മഹാവിഷ്ണു ചക്ര അയച്ചിട്ട് സുദർശന ചക്രം കൊണ്ട് രാഹുവിന്റെ തല അരിഞ്ഞപ്പോ രാഹുവിന്റെ ദേഹം ഭൂമിയിലേക്ക് വീണു. അമൃത് കുടിച്ചോണ്ട് ചത്തില്ല, ഇവിടെ വരെ എത്തി അമൃത്, അതുകൊണ്ട് തലഭാഗം ചത്തില്ല. രാഹു അങ്ങോട്ട് പോയി. അങ്ങനെ രാഹുവിന്റെ കഥ കഴിച്ചു. ആ രാഹുവിനെ കാണിച്ചു കൊടുത്തത് അമൃത് മഹാവിഷ്ണു ദേവന്മാർക്ക് വിളമ്പി കൊടുക്കുമ്പോൾ അത് ദേവന്റെ വേഷം കെട്ടി വേഷം മാറി വന്ന് ഇമ്പേഴ്സണേറ്റഡ് ആസ് ഗോഡ്, അങ്ങനെ ആൾമാറാട്ടം നടത്തി ദേവനായിട്ട് വന്ന് ഇപ്പൊ കള്ളോട്ട് ചെയ്യുന്ന പോലെ ദേവനായിട്ട് മാറി വേഷം മാറി വന്ന് അമൃതം കുടിക്കാൻ വന്ന രാഹുവിനെ കാണിച്ചു കൊടുത്ത് സൂര്യനും ചന്ദ്രനും. അന്ന് മുതലൊക്കെ സൂര്യചന്ദ്രന്മാരോട് ഏറെ രാഹുവിന് ആണത്ര സൂര്യചന്ദ്രന്മാരെ പോയിട്ട് രാഹു വിഴുങ്ങണ. അതാണ് ഗ്രഹണം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം.